Dear students, we had been discussing of Angevin England, the line of kings who ruled England after the Normans. Many events can be seen during the reign of Angevins. One of the important topics is the Crusades. The Crusades were holy wars fought by the Christians of Europe against the Muslims of Turkey who held Palestine and other holy places of the Christians like Jerusalem in the 11th and 12th centuries. അഞ്ചുവിൻ ഭരണകാലഘട്ടത്തിൽ ഇംഗ്ലണ്ട് ദർശിച്ച മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ക്രൂസൈഡ്സ്. എന്താണ് ക്രൂസൈഡ്? ക്രൂസൈഡ്സ് വെയർ ഹോളി വാർസ് ഫോട്ട് ബൈ ദി ക്രിസ്ത്യൻസ് ഓഫ് യൂറോപ്പ് എഗെയിൻസ്റ്റ് ദി മുസ്ലിംസ് ഓഫ് ടർക്കി. അപ്പോൾ ടർക്കിയിലെ മുസ്ലിംസും യൂറോപ്പിലെ ക്രിസ്ത്യൻസും തമ്മിൽ ഉണ്ടായ വിശുദ്ധ യുദ്ധങ്ങളെയാണ് ക്രൂസൈഡ്സ് എന്ന് പറയുക. കാരണം ടർക്കിഷ് മുസ്ലിംസിൻ്റെ കയ്യിലായിരുന്നു ക്രിസ്ത്യൻസ് അവരുടെ വിശുദ്ധ നഗരങ്ങളെന്ന് വിളിക്കുന്ന ജെറുസലേം പോലുള്ളവ ടർക്കിഷ് മുസ്ലിംസിൻ്റെ കയ്യിലായിരുന്നു, പ്രത്യേകിച്ചും 11th and 12th centuries. It got its name from the fact that the Christians took the cross as their emblem in these holy wars. എങ്ങനെയാണ് ക്രൂസൈഡ്സ് എന്ന് ഈ വിശുദ്ധ യുദ്ധങ്ങൾക്ക് പേര് വരുവാൻ കാരണം? ക്രിസ്ത്യൻസ് ഈ യുദ്ധത്തിൽ അവരുടെ എംബ്ലമായി സ്വീകരിച്ചത് ക്രോസിനെയായിരുന്നു, കുരിശിനെയായിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ കുരിശ് യുദ്ധം എന്ന് അറിയപ്പെടുക. ദർ വെയർ 4 ക്രൂസൈഡ്സ്, 4 ക്രൂസൈഡുകളാണ് ഉള്ളത്. The Turkish Muslims began to persecute the Christians if they entered the holy places, and the stories of Turkish brutality spread like wildfire in Europe, and the whole Christendom resented it. അപ്പോൾ ക്രിസ്ത്യൻസ് വിശുദ്ധ നഗരങ്ങളെന്ന് വിചാരിക്കുന്ന പലസ്തീൻ പോലുള്ള ജെറുസലേം പോലുള്ള സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻസ് പ്രവേശിച്ചാൽ അവരെ ടർക്കിഷ് മുസ്ലിംസ് വളരെയധികം പീഡിപ്പിക്കുമായിരുന്നു. ഈ ബ്രൂട്ടലായിട്ടുള്ള പീഡനത്തിൻ്റെ കഥകൾ യൂറോപ്പിലെമ്പാടും വൈൽഡ് ഫയർ പോലെ, ഒരു കാട്ടുതീ പോലെ പരക്കുകയും അതെല്ലാ ക്രിസ്തീയ വിശ്വാസികളെയും യൂറോപ്പിലെ എല്ലാ ക്രിസ്ത്യൻസിനെയും വളരെയധികം പ്രകോപിതരാക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തു. ദ ക്രിസ്ത്യൻ കൺട്രീസ് ഓഫ് യൂറോപ്പ്, in spite of their diversity in language and culture, had a unity in faith. യൂറോപ്പിലെ ക്രിസ്ത്യൻസ് പല രാജ്യങ്ങളിലും പല ഭാഷകളിലുമായിരുന്നുവെങ്കിലും അവർക്കെല്ലാവർക്കും ഐക്യമുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. ദേ ഹാഡ് എ യൂണിറ്റി ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ അവർ ഒന്നായിരുന്നു. ദേ ഹാഡ് ഓൾ റെക്കഗ്നൈസ്ഡ് ദ സുപ്രീമസി ഓഫ് പോപ്പ്. അവരെല്ലാവരും, യൂറോപ്പിലുള്ള രാജ്യങ്ങളിലെ എല്ലാ ക്രിസ്ത്യാനികളും അവരുടെ മേധാവിയായി അംഗീകരിച്ചിരുന്നത് പോപ്പിനെയായിരുന്നു. ദ മിഡീവൽ നൈറ്റ്സ് ആൻഡ് ഫ്യൂഡൽ ബാരൻസ് ഓൾസോ ടുക്ക് പാർട്ട് ഇൻ ദ ക്രൂസൈഡ്സ്. ആ മധ്യകാലഘട്ടത്തിൽ പ്രഭുക്കന്മാരും ഉന്നത ജാതിയിൽപ്പെട്ടവരെല്ലാം ഈ ക്രൂസൈഡിൽ, ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാവരും, യൂറോപ്പിലെ ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാ വിഭാഗം ജനങ്ങളും പ്രഭുക്കന്മാരടക്കം ഈ ക്രൂസൈഡിൽ, കുരിശ് യുദ്ധത്തിൽ പങ്കാളികളായിരുന്നു. ഓഫ് ഓൾ ക്രൂസൈഡ്സ് ദ ഫസ്റ്റ് വൺ, 1097 മുടങ്ങി 99 വരെയുള്ള ഒന്നാമത്തെ ക്രൂസൈഡ് വാസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ വൺ ബിക്കോസ് they took back Jerusalem from the hands of the Turks in 1099. 4 ക്രൂസൈഡുകൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ടു. അതിലൊന്നാമത്തെ ക്രൂസൈഡ് 1097 തുടങ്ങി 99 വരെയാണ്. അപ്പോൾ ഓഫ് ദി ഓൾ ക്രൂസൈഡ്സ് ദ ഫസ്റ്റ് വൺ വാസ് ദ മോസ്റ്റ് സക്സസ്ഫുൾ വൺ. ഈ 4 കുരിശ് യുദ്ധങ്ങളിൽ ഒന്നാമത്തേതാണ് ഏറ്റവും വിജയകരമായ കുരിശ് യുദ്ധം എന്നറിയപ്പെടുക. കാരണം 1099 ടർക്കിഷ് മുസ്ലിംസിൻ്റെ കയ്യിൽ നിന്നും ജെറുസലേം തിരികെ പിടിക്കുവാൻ യൂറോപ്പിലെ ക്രിസ്ത്യൻസിന് സാധിച്ചു ഒന്നാമത്തെ ക്രൂസൈഡിലൂടെ. ദ സെക്കൻഡ് ക്രൂസൈഡ് വാസ് ഫോട്ട് ഇൻ 1147 വെൻ ദ മുസ്ലിംസ് ക്യാപ്ചേർഡ് വൺ ഓഫ് ദി ക്രിസ്ത്യൻ കിങ്ഡംസ് ഓൺ പാലസ്തീൻ. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്രൂസൈഡ് 1147, അവിടെ ടർക്കിഷ് മുസ്ലിംസ് പലസ്തീൻ കീഴടക്കിയതിനാൽ വീണ്ടും ഒരു കുരിശ് യുദ്ധം അനിവാര്യമായി മാറി. The lead was taken up by Louis VII of France, but nothing was achieved. അപ്പോൾ യൂറോപ്പിലെ ക്രിസ്ത്യാനികൾ എല്ലാവരും ഒരുമിച്ചുകൊണ്ടാണ്, പല രാജ്യങ്ങളിലെ ക്രിസ്ത്യാനികൾ വിശ്വാസത്തിൻ്റെ പേരിൽ ഒന്നിച്ചുകൊണ്ടാണ് ടർക്കിഷ് മുസ്ലിംസിനെതിരെ പോരാടിയത്. അപ്പോൾ ഈ രണ്ടാമത്തെ ക്രൂസൈഡിൻ്റെ നേതൃത്വം ഫ്രാൻസിലെ ലൂയിസ് 7 രാജാവിനായിരുന്നു. പക്ഷേ ഒന്നും നേടുവാൻ സാധിച്ചില്ല. രണ്ടാമത്തെ ക്രൂസൈഡ് ഒരു പരാജയമായിരുന്നു. ദ തേർഡ് ക്രൂസൈഡ് വാസ് ഫോട്ട് ഇൻ 1189 when the holy city was captured by Seljuk Turks under their leader Saladin in 1187. 1187
ടർക്കിഷ് മുസ്ലിംസ് വീണ്ടും ഒരു വിശുദ്ധ നഗരം, ക്രിസ്ത്യൻസിൻ്റെ വിശുദ്ധ നഗരം പിടിച്ചെടുത്തതിനാൽ മൂന്നാമത്തെ കുരിശുയുദ്ധം അനിവാര്യമായി മാറി. ഇംഗ്ലണ്ട് ടുക്ക് ദ ലീഡർഷിപ്പ് അറ്റ് ദിസ് ടൈം അണ്ടർ റിച്ചാർഡ് ഫസ്റ്റ്. ഈ സമയം രണ്ടാമത്തെ ക്രൂസൈഡിൽ ഫ്രാൻസിനായിരുന്നു നേതൃത്വമെങ്കിൽ മൂന്നാമത്തെ ക്രൂസൈഡിൻ്റെ നേതൃത്വം ഇംഗ്ലണ്ടിലെ റിച്ചാർഡ് ഒന്നാമൻ രാജാവിനായിരുന്നു. ബട്ട് ആസ് സാലഡിൻ വാസ് എ ബെറ്റർ ജനറൽ, ദ ക്രൂസൈഡേഴ്സ് കുഡ് നോട്ട് ടേക്ക് ബാക്ക് ജെറൂസലേം. അപ്പോൾ ജെറൂസലേമിനെ തിരികെ പിടിക്കുവാൻ ഈ കുരിശുയുദ്ധത്തിൽ ക്രിസ്ത്യാനികൾക്ക് സാധിച്ചില്ല. കാരണം ടർക്കിഷ് മുസ്ലിംസിൻ്റെ നേതാവായ സാലഡിൻ ക്രൂസൈഡേഴ്സിനേക്കാൾ ബെറ്ററായിട്ടുള്ള ഒരു ജനറലായിരുന്നു, ഒരു സൈനികനായിരുന്നു, ഒരു പോരാളിയായിരുന്നു, ഒരു സൈനിക മേധാവിയായിരുന്നു. ബട്ട് ഹി വാസ് കൈൻഡ് ഇനഫ് ടു മേക്ക് എ ട്രീറ്റി വിത്ത് റിച്ചാർഡ് ഫസ്റ്റ്. പക്ഷേ യുദ്ധത്തിൽ പരാജയപ്പെട്ടു, ക്രൂസൈഡിൽ ക്രിസ്ത്യൻസ് പരാജയപ്പെട്ടുവെങ്കിലും സാലഡിൻ എന്ന ആ ജനറൽ, ടർക്കിഷ് മുസ്ലിംസിൻ്റെ നേതാവായ ജനറൽ, ഹി വാസ് കൈൻഡ് ഇനഫ് ടു മേക്ക് എ ട്രീറ്റി വിത്ത് റിച്ചാർഡ് ഫസ്റ്റ്. അക്കോർഡിംഗ്ലി ദ ക്രിസ്ത്യൻസ് വെയർ ഗിവൺ ഫ്രീ ആക്സസ് ടു ദി ഹോളി പ്ലേസസ്. പരാജയപ്പെട്ടെങ്കിലും പരാജയപ്പെട്ട ക്രിസ്ത്യൻസിനോട് ഒരു കരാറിൽ ഏർപ്പെടുവാൻ സാലഡിൻ സന്നദ്ധനാവുകയും ആ കരാർ അനുസരിച്ച് ക്രിസ്ത്യൻസിന് ഹോളി പ്ലേസസിൽ ഫ്രീ ആക്സസ് ലഭ്യമാവുകയും ചെയ്തു. അവർക്ക് പുണ്യനഗരങ്ങൾ സന്ദർശിക്കുവാനുള്ള അനുമതി ലഭ്യമാക്കപ്പെട്ടു. ദ ഫോർത്ത് ക്രൂസൈഡ് 1202 1202 വാസ് നോട്ട് എ ക്രൂസൈഡ് ഇൻ ദ റിയൽ സെൻസ് ഓഫ് ദ വേർഡ്. കുരിശുയുദ്ധം എന്ന വാക്കിന് ശരിക്കും ആ ഒരു റിയൽ സെൻസിൽ വിശേഷിപ്പിക്കാൻ സാധിക്കാത്ത ഒന്നാണ് നാലാമത്തെ ക്രൂസൈഡ്. കാരണം ഇറ്റ് വാസ് ബിറ്റ്വീൻ വെനീസ് ആൻഡ് കോൺസ്റ്റാന്റിനോപ്പിൾ ഫോർ കൊമേഴ്ഷ്യൽ സുപ്രീമസി. കൊമേഴ്ഷ്യൽ സുപ്രീമസിക്ക് വേണ്ടി, വ്യാപാര മേധാവിത്വത്തിന് വേണ്ടിയിട്ട് നടന്ന യുദ്ധമായിട്ടാണ് ഇത് പരിഗണിക്കുക. അതുകൊണ്ട് ക്രൂസൈഡ് എന്ന ആ ഒരു പേരിൻ്റെ റിയൽ സെൻസിൽ നാലാമത്തെ ക്രൂസൈഡ് പരിഗണിക്കില്ല. എങ്കിലും 4 ക്രൂസൈഡുകളായിരുന്നു ഉണ്ടായിരുന്നത്, 4 കുരിശുയുദ്ധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ദ ക്രൂസൈഡ്സ് വെയർ ഫെയിലിയേഴ്സ് ആസ് ദ ഹോളി ലാൻഡ് വാസ് നെവർ ഫ്രീഡ് ഫ്രം ദി മുസ്ലിംസ്. അപ്പോൾ ഈ ക്രൂസൈഡുകളെല്ലാം, ഈ 4 കുരിശുയുദ്ധങ്ങളും മൊത്തത്തിൽ നോക്കിയാൽ പരാജയമായിരുന്നു. കാരണം ഒരിക്കലും മുസ്ലിംസിൻ്റെ കയ്യിൽ നിന്നും ഈ പുണ്യനഗരങ്ങൾ വീണ്ടെടുക്കുവാൻ ക്രിസ്ത്യാനികൾക്ക് സാധിച്ചില്ല. ഇറ്റ് വാസ് മെയിൻലി ഡ്യൂ ടു ദ ലാക്ക് ഓഫ് എ കോമൺ ലീഡർ ഫോർ ദ ക്രിസ്ത്യൻസ് ഓഫ് യൂറോപ്പ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു ശക്തനായ പൊതു നേതാവ് ഇവർക്കില്ലായിരുന്നു എന്നതാണ്. യൂറോപ്പിലെ നിരവധി രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് മുസ്ലിംസിനെതിരെ പോരാടിയത്, ടർക്കിഷ് മുസ്ലിംസിനെതിരെ. പക്ഷേ ഓരോ ക്രൂസൈഡിലും ഓരോ രാജ്യമായിരുന്നു അതിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്തിരുന്നത്. അപ്പോൾ ഒരു കോമൺ ലീഡർഷിപ്പ് ഇല്ലാത്തതിനാൽ, ഓരോരുത്തർക്കും അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നതിനാൽ, നേതൃത്വത്തെ അംഗീകരിക്കാത്തതിനാൽ അവർക്കൊരു കോമൺ ലീഡർഷിപ്പിൻ്റെ അഭാവം ഈ ക്രൂസൈഡുകളുടെ പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നു. നൗ ലെറ്റ് us see the results of the Crusades. The Crusades had a drastic effect on the English society. ഒരു തീക്ഷ്ണമായ, ഒരു ശക്തമായ ഒരു സ്വാധീനം ഇംഗ്ലീഷ് സൊസൈറ്റിയിൽ ഈ കുരിശുയുദ്ധങ്ങൾക്കുണ്ടാക്കുവാൻ സാധിച്ചു. മണി വാസ് റിക്വയർഡ് ടു റിക്കവർ ദി ഹോളി ലാൻഡ് ഫ്രം മുസ്ലിംസ്. പണം ആവശ്യമായിരുന്നു ഈ യുദ്ധങ്ങൾക്ക്. ഈ യുദ്ധത്തിന് മുസ്ലിംസിൻ്റെ കയ്യിൽ നിന്നും തങ്ങളുടെ പുണ്യനഗരങ്ങൾ വീണ്ടെടുക്കുവാൻ, അതിനുവേണ്ട കുരിശുയുദ്ധം നയിക്കുവാൻ പണം ആവശ്യമായിരുന്നു. ഫ്രം ടൈം ടു ടൈം ന്യൂ ടാക്സസ് വെയർ ലെവീഡ് ഫോർ ദ പർപ്പസ് ഓഫ് ദി ക്രൂസൈഡ്സ്. അപ്പോൾ അങ്ങനെ പണം കണ്ടെത്തുന്നതിനായി, കുരിശുയുദ്ധത്തിനുള്ള പണം കണ്ടെത്തുന്നതിനായി കാലാകാലങ്ങളിൽ നികുതികളായി ജനങ്ങളുടെ മേൽ പല നികുതികളും അടിച്ചേൽപ്പിക്കപ്പെട്ടു. ദ ക്രൂസൈഡ്സ് സ്റ്റിമുലേറ്റഡ് ദ ക്യൂരിയോസിറ്റി ഫോർ എക്സ്പ്ലോറേഷൻ ഇൻ ദ 16th century. 16ാം നൂറ്റാണ്ടിലെ ആ എക്സ്പ്ലോറേഷനിൽ, ആ പര്യവേഷണത്തിന് വളരെയധികം ഒരു ക്യൂരിയോസിറ്റി കൊടുക്കുവാൻ സാധിച്ചു. കാരണം ഒരു രാജ്യം മാത്രമായിരുന്നില്ല ഈ ക്രൂസൈഡിൽ ഉൾപ്പെട്ടിരുന്നത്, യൂറോപ്പിലെ എല്ലാ ക്രിസ്ത്യൻ രാജ്യങ്ങളുമായിരുന്നു. അപ്പോൾ പരസ്പരമായ ആ ഒരു ബന്ധം, ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യവുമായിട്ടുള്ള ബന്ധം, അങ്ങനെ ആ ഒരു എക്സ്പ്ലോറേഷനുള്ള ഒരു ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കുവാൻ 16ാം നൂറ്റാണ്ടിൽ ഈ ക്രൂസൈഡുകൾക്ക് സാധിച്ചു. ക്രൂസൈഡ് സ്ട്രെങ്തൻഡ് ദി ഹാൻഡ്സ് ഓഫ് ദി മൊണാർക്ക് ആൻഡ് വീക്കൻഡ് ദി നോബിലിറ്റി. അപ്പോൾ കുരിശുയുദ്ധങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുക, രാജാവിൻ്റെ അധികാരം ശക്തമാക്കപ്പെടുകയും നൊബിലിറ്റി എന്ന പ്രഭുക്കന്മാർ, ആ പ്രഭുത്വത്തിൻ്റെ ശക്തി ക്ഷയിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം പ്രഭുക്കന്മാർ കുരിശുയുദ്ധത്തിൽ പങ്കാളികളായിരുന്നു. മെനി ഫ്യൂഡൽ ബാരൻസ് വെയർ എവേ ഇൻ ദ ഹോളി സിറ്റി ദാറ്റ് എനേബിൾഡ് ദ കിങ്സ് ടു സ്ട്രെങ്തൻ ദെയർ പൊസിഷൻ. അപ്പോൾ കുരിശുയുദ്ധത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി സ്വന്തം രാജ്യത്തു നിന്നും പ്രഭുക്കന്മാർ പോയതിനാൽ ആ ഒരു സാഹചര്യം മുതലാക്കുവാനും അതുവഴി രാജാധികാരം കുറച്ചുകൂടി ശക്തമാക്കുവാനും ഇംഗ്ലീഷ് രാജാവിന് സാധിച്ചു. അതുപോലെ
The Crusades therefore hastened the destruction of feudalism. അപ്പോൾ അങ്ങനെ ആ പ്രഭുക്കന്മാരുടെ അഭാവം, അവർ കുരിശുയുദ്ധത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് പോയതിനാൽ അത് രാജാക്കന്മാരുടെ ശക്തി വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം ജന്മിത്ത സമ്പ്രദായത്തിൻ്റെ ഡിസ്ട്രക്ഷൻ, അതിൻ്റെ നാശം, അതിൻ്റെ തകർച്ച വളരെ വേഗത്തിലാക്കുകയും ആക്കം കൂട്ടുകയും ചെയ്തു. കാരണം പ്രഭുക്കന്മാരുടെ അഭാവത്തിൽ രാജാക്കന്മാർ അധികാരം കൂടുതൽ സ്ഥാപിക്കുകയും പ്രഭുത്വത്തിൻ്റെ ആ ഒരു മേൽക്കോയ്മ ഇല്ലാതാക്കപ്പെടുകയും ചെയ്തു. The clergy and the church became opulent as they got land property and became the owners of land property and became worldly and full of vices, which in turn resulted in the Reformation. അപ്പോൾ ക്രൂസൈഡിൻ്റെ ഫലമായി പ്രഭുക്കന്മാർക്ക് യുദ്ധത്തിന് പണം ആവശ്യമായതിനാൽ അവർ അവരുടെ പ്രോപ്പർട്ടി ക്ലർജി വിഭാഗത്തിനായിരുന്നു നൽകിയത്. അങ്ങനെ ക്ലർജി, അതുപോലെ തന്നെ ചർച്ച്, പുരോഹിതവർഗം, സഭ, അവർ ബിക്കെയിം ഓപ്പുലൻ്റ്, വെൽത്തിയായി മാറുകയും ആ സമ്പത്ത് അവരുടെ സ്വഭാവത്തെ വളരെയധികം മോശമാക്കുകയും ഹാഡ് ഫുൾ ഓഫ് വൈസസ്, എല്ലാ തിന്മകളുടെയും പര്യായമായി അവർ മാറുകയും അത് പിന്നീട് റിഫോർമേഷന് വഴിവെക്കുകയും ചെയ്തു. ദർ വാസ് ഓൾസോ എ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ടൗൺസ് ഇൻ യൂറോപ്പ് ആസ് എ റിസൾട്ട് ഓഫ് ദി ക്രൂസൈഡ്സ്. അതുപോലെ തന്നെ യൂറോപ്പിൽ നഗരങ്ങളുടെ വളർച്ച വളരെ റാപ്പിഡായ രീതിയിൽ വളരെ വേഗത്തിലാക്കപ്പെടുന്നതായി കാണാം ക്രൂസൈഡിൻ്റെ ഫലമായി. ദ ട്രേഡിംഗ് സെൻറ്റേഴ്സ് വെയർ ഏബിൾ ടു ബൈ സെവറൽ പ്രിവിലേജസ് ഇൻ ദ ഫോം ഓഫ് ചാർട്ടേഴ്സ് ഫ്രം ദ കിങ് ഓർ ദ ലോർഡ് ഹു നീഡഡ് മണി ഫോർ ദ ക്രൂസൈഡ്. അപ്പോൾ കുരിശ് യുദ്ധത്തിന് പണം ആവശ്യമായതിനാൽ പ്രഭുക്കന്മാരും രാജാക്കന്മാരും ആശ്രയിച്ചിരുന്നത് വ്യാപാരികളെയും വ്യവസായികളെയും ആയതിനാൽ അവർ അതിലൂടെ രാജാക്കന്മാരിൽ നിന്നും പ്രഭുക്കന്മാരിൽ നിന്നും ഒരുപാട് പ്രിവിലേജുകൾ നേടിയെടുക്കുകയും അത് നഗരങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഫ്ലറിഷ്ഡ് ബിറ്റ്വീൻ യൂറോപ്യൻ കൺട്രീസ് ആൻഡ് ഈസ്റ്റേൺ കൺട്രീസ്. അപ്പോൾ യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളും പങ്കെടുത്ത യുദ്ധമായതിനാൽ ഒരു ഇൻ്റർചേഞ്ച് ഓഫ് ഐഡിയാസ് നമുക്ക് കാണുവാൻ സാധിക്കും. അത് ട്രേഡിലും കൊമേഴ്സിലും വളരെയധികം സ്വാധീനം ചെലുത്തുകയും അങ്ങനെ യൂറോപ്യൻ കൺട്രീസിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യാപാര വ്യവസായങ്ങൾ വർദ്ധിപ്പിക്കപ്പെട്ടതായിട്ടും കാണാം ക്രൂസൈഡിലൂടെ. എബവ് ഓൾ ദർ വാസ് ഇൻ്റർചേഞ്ച് ഓഫ് ഐഡിയാസ് ടു ബിറ്റ്വീൻ ദി ഈസ്റ്റ് ആൻഡ് ദി വെസ്റ്റ്. അപ്പോൾ ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള ഒരു കണക്ഷൻ, ഇൻ്റർചേഞ്ച് ഓഫ് ഐഡിയാസ് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം എല്ലാവരും ഒരുമിച്ചായിരുന്നു ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. അപ്പോൾ അവർ ഒരുമിച്ച് യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഇൻ്റർചേഞ്ച് ഓഫ് ഐഡിയാസ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. സെവറൽ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ദി ഓറിയൻ്റൽ സിവിലൈസേഷൻ സ്റ്റിമുലേറ്റഡ് ദി വെസ്റ്റേൺ തോട്ട് ഗ്രേറ്റ്ലി. അങ്ങനെ യൂറോപ്പിലെ ആ ഒരു ഭൂഖണ്ഡത്തിലെ എല്ലാ ക്രിസ്തീയ രാജ്യങ്ങളും ഒരുമിച്ച് ഒരേ കാര്യത്തിന് വേണ്ടി പോരാടുകയും ഒരുമിച്ച് നിൽക്കുകയും ചെയ്തതിനാൽ ഒരു യൂറോപ്യൻ സിവിലൈസേഷൻ, ഒരു ഓറിയൻ്റൽ സിവിലൈസേഷൻ മൊത്തത്തിലുണ്ടാവുകയും അത് അവരുടെ ചിന്താഗതികളെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ക്രൂസൈഡിന് ഒരുപാട് പോസിറ്റീവ് ആസ്പെക്ട്സും നെഗറ്റീവ് ആസ്പെക്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ ക്രൂസൈഡിൻ്റെ ഫലമായി രാജാക്കന്മാർ ശക്തി പ്രാപിക്കുകയും, കാരണം നമ്മൾ കണ്ടു അതിനു മുൻപ് രാജാക്കന്മാരുടെ അധികാരം ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയിരുന്നു, അല്ലെങ്കിൽ പ്രഭുക്കന്മാർ കൂടുതൽ അധികാരം കൈയാളിയിരുന്നു. ഫ്യൂഡലിസം എല്ലാം അതായിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി ഒരു ശക്തമായ രാജാധികാരം നേടിയെടുക്കുവാൻ രാജാക്കന്മാർക്ക് സാധിക്കുന്നതായിട്ടും നൊബിലിറ്റി ക്ഷയിക്കുന്നതായിട്ടും പ്രഭുത്വം ക്ഷയിക്കുന്നതായിട്ടും ജന്മിത്ത സമ്പ്രദായം അവസാനിപ്പിക്കപ്പെടുന്നതായിട്ടും കാണുവാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം രാജ്യത്തെ ജനങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിലെ ജനങ്ങളുമായിട്ടുള്ള ഒരു ആശയവിനിമയവും അവരുടെ കൾച്ചറുമായിട്ടുള്ള ഒരു മൊത്തമായിട്ടൊരു സങ്കലനവും എല്ലാം സാധ്യമാക്കപ്പെട്ടു ഈ ക്രൂസൈഡിലൂടെ. അതുപോലെ തന്നെ ക്ലർജി വിഭാഗം, സഭ വളരെയധികം സമ്പത്താർജിക്കുന്നതും അത് അവരുടെ സ്വഭാവത്തെ മോശമാക്കുന്നതും അവർ എല്ലാ വൈസസിൻ്റെയും എല്ലാ തിന്മകളുടെയും കൂടാരങ്ങളായി മാറുന്നതും അത് പിന്നീട് റിഫോർമേഷന് വഴിവെക്കുന്നതും കാണാൻ വേണ്ടി സാധിക്കും ക്രൂസൈഡിൻ്റെ ഫലമായി. അങ്ങനെ ക്രൂസൈഡ് എന്ന ടർക്കിഷ് മുസ്ലിംസിനെതിരെ യൂറോപ്പിലെ ക്രിസ്ത്യൻസ് അവരുടെ പുണ്യനഗരങ്ങൾ വീണ്ടെടുക്കുന്നതിനായിട്ട് നടത്തിയ വിശുദ്ധ യുദ്ധങ്ങളെയാണ് ക്രൂസൈഡുകൾ എന്ന് പറയുക. 4 ക്രൂസൈഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. വിജയമെന്ന് അവകാശപ്പെടുവാൻ കഴിയ ഒന്നാമത്തെ ക്രൂസൈഡിന് മാത്രമായിരുന്നു. അതിൽ ജെറുസലേം തിരികെ പിടിക്കുവാൻ ആദ്യം സാധിച്ചു. പക്ഷേ പിന്നീടുള്ള ക്രൂസൈഡുകളിൽ അല്ലെങ്കിൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഈ വിശുദ്ധ നഗരങ്ങൾ ടർക്കിഷ് മുസ്ലിംസ് തിരിച്ചു പിടിക്കുകയും അങ്ങനെ മൊത്തത്തിൽ ക്രൂസൈഡുകൾ ഒരു പരാജയമായിരുന്നു. 4ാമത്തെ ക്രൂസൈഡിനെ ആ ഒരു വിശുദ്ധ നഗരം പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു യുദ്ധമായിട്ടല്ല കണക്ക് കൂട്ടുക. അതൊരു വ്യാപാര മേധാവിത്വത്തിന് വേണ്ടിയിട്ടുള്ള 2 നഗരങ്ങൾ തമ്മിലുള്ള
രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമായിട്ടാണ് അതിനെ കണക്ക് കൂട്ടുക. എങ്കിലും അത് ക്രൂസൈഡിൻ്റെ പരിധിയിലാണ്, അല്ലെങ്കിൽ ക്രൂസൈഡിൻ്റെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുക. അങ്ങനെ 4 ക്രൂസൈഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ക്രൂസൈഡുകൾ നടക്കുന്ന കാലഘട്ടം ഇംഗ്ലണ്ടിൽ ആൻജീവിൻ ഭരണകാലഘട്ടമായിരുന്നു.